ദൈവനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. ഇന്നത്തെ വായന ഭാഗം ന്യായാധിപന്മാർ 13 മുതൽ 15 വരെയുള്ള അധ്യായങ്ങളാകുന്നു. ഇന്നത്തെ കുറിവാക്യം സങ്കീർത്തനങ്ങൾ 106:30. അപ്പോൾ ഫീനെഹാസ് എഴുന്നേറ്റ് ശിക്ഷ നടത്തി. പുരോഹിതനായ അഹരോന്റെ മകനായ എലയാസറിന്റെ മകനായിരുന്നു ഫീനെഹാസ്. ഇദ്ദേഹത്തിന്റെ മാതാവ് ഫൂതിയേലിന്റെ മകൾ ആയിരുന്നു. ഇവർ കുലം കുലമായി ലേവ്യ കുടുംബത്തലവന്മാരും ആയിരുന്നു. ഈജിപ്തിലെ ഒരു പ്രത്യേക പേരായിരുന്നു ഫീനെഹാസ് എന്നത്. ഇസ്രായേലിന് ധീരമായും സംഗതമായും നേതൃത്വം നൽകിയ വ്യക്തിയും കൂടെ ആയിരുന്നു ഫീനെഹാസ്. നിയമപെട്ടകത്തിന്റെ സൂക്ഷിപ്പ്, സമാഗമന കൂടാരത്തിന്റെ കാവൽ, യോർദാന് കിഴക്കുള്ള ഗോത്രങ്ങളുമായുള്ള സംവാദം തുടങ്ങിയ കാര്യങ്ങളിൽ ഫീനെഹാസിന്റെ സേവനം എബ്രായ ചരിത്രത്തിൽ വിവരിച്ച് പറഞ്ഞിരിക്കുന്നു. ഫീനെഹാസ് എന്ന പേര് വേദപുസ്തകത്തിൽ മറ്റു പലർക്കും ഉള്ളതായി കാണപ്പെടുന്നു. എന്നാൽ ഫീനെഹാസിന്റെ നേതൃനിരയിലെ ചില പ്രത്യേകതകൾ നമുക്കിന്ന് ശ്രദ്ധിക്കാം. ഒന്നാമതായി, യഹോവയോട് പാപം ചെയ്തവരെ സംഹരിക്കുന്നു. ഇസ്രായേല്യർ ശിത്തീമിൽ പാർക്കുമ്പോൾ മോവാബ്യ സ്ത്രീകളുമായി പരസംഗം ചെയ്തു. മോവാബ്യരുടെ ബലികർമ്മങ്ങളിൽ പങ്കെടുക്കുകയും ദേവന്മാരെ നമസ്കരിക്കുകയും ചെയ്യുന്നു. അങ്ങനെ ഇസ്രായേല്യർ ബാൽ പെയോരിനോട് ചേർന്നു. ഉടനെ ഇസ്രായേല്യർക്ക് നേരെ യഹോവയുടെ ഉഗ്രകോപം ജ്വലിക്കുന്നു. അങ്ങനെ ബാൽ സേവയിൽ പങ്കെടുത്തത് മൂലം ഇസ്രായേല്യർക്ക് ദൈവശിക്ഷ അനുഭവിച്ച സന്ദർഭത്തിൽ അസന്മാർഗിക ബന്ധത്തിലേർപ്പെട്ട ഒരു മിദ്യാന്യ സ്ത്രീയെയും ഇസ്രായേലിനെയും ഫീനെഹാസ് കുത്തിക്കൊല്ലുന്നു. അപ്പോൾ ബാധ ഇസ്രായേല്യരെ വിട്ടുമാറുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ ബാധ കൊണ്ട് മരിച്ചുപോയവർ 24,000 പേർ ആയിരുന്നുവെന്ന് നമുക്ക് വായിക്കുവാനായിട്ട് സാധിക്കുന്നു. രണ്ടാമതായിട്ട്, തീക്ഷ്ണമായ യഹോവ ഭക്തിയുള്ള വ്യക്തിയായിരുന്നു ഫീനെഹാസ്. സംഖ്യാപുസ്തകം 25-ാം അധ്യായത്തിലാണ് നമുക്ക് ഫീനെഹാസിനെ കുറിച്ച് കൂടുതൽ മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത്. ഇവിടെ യഹോവ മോശയോട് അരുളി ചെയ്യുന്നുണ്ട്, ഞാൻ എൻ്റെ തീക്ഷ്ണതയിൽ ഇസ്രായേൽ മക്കളെ സംഹരിക്കാതിരിക്കേണ്ടതിന് അഹരോൻ പുരോഹിതന്റെ മകനായ എലയാസാരിന്റെ മകൻ ഫീനെഹാസ് അവരുടെ ഇടയിൽ എനിക്ക് വേണ്ടി തീക്ഷ്ണതയുള്ളവനായിട്ട് എൻ്റെ ക്രോധം ഇസ്രായേൽ മക്കളെ വിട്ടുപോകുമാറാക്കിയിരിക്കുന്നു. ഇവിടെ തീവ്രമായ യഹോവ ഭക്തി ഉണ്ടായിരുന്നതിനാൽ പൗരോഹിത്യ പദവി ഫീനെഹാസിന്റെ കുലത്തിൽ സ്ഥിരീകരിക്കപ്പെടുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാം. ഫീനെഹാസിനെ അദ്ദേഹത്തിന്റെ പിൻതലമുറക്കാർ പുകഴ്ത്തുകയും ചെയ്യുന്നുണ്ട്. മിദ്യാനെതിരായിട്ടുള്ള യുദ്ധത്തിൽ നേതൃത്വം വഹിച്ചിരുന്നതും ഫീനെഹാസ് തന്നെ ആയിരുന്നു. ഫീനെഹാസ് തൻ്റെ ദൈവത്തിനു വേണ്ടി തീക്ഷ്ണതയുള്ളവനായി ഇസ്രായേൽ മക്കൾക്കു വേണ്ടി പ്രായശ്ചിത്തം കഴിക്കുന്നതായിട്ട് നമുക്ക് ഈ ഭാഗത്തു നിന്ന് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. പ്രിയമുള്ളവരെ, യഹോവയോട് പാപം ചെയ്തവരെ സംഹരിക്കുവാനും തൻ്റെ ജീവിതത്തിൽ യഹോവ ഭക്തിയോടെ ജീവിക്കുവാനും ആ യഹോവ ഭക്തി മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കുവാനും ഫീനെഹാസിന് സാധിച്ചു. നമുക്ക് ഇങ്ങനെ പ്രാർത്ഥിക്കാം: യഹോവയോട് ഞാൻ പാപം ചെയ്യാതിരിക്കുവാനും യഹോവ ഭക്തിയോടെ ജീവിക്കുവാനും ഞങ്ങളെ സഹായിക്കണമേ. ആമേൻ.